നമ്മളെ നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാ. ക്ഷമയില്ലായ്മ കാണിക്കുമ്പോഴാ ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടുക. സേതോട്ടിന് ഒട്ടും ക്ഷമയില്ല. നീ മാത്രമേ അത് പറയൂ. ഇനിയെങ്കിലും ഞാൻ പറയുന്ന അനുസരിക്കാൻ പറ്റുമോ? എന്റെ ദേവി, ഞാൻ വന്ന സാരോപദേശം കേൾക്കാനല്ല. നിന്നെ കാണുമ്പോഴെങ്കിലും ഇത്തിരി ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ച ഉപദേശങ്ങൾ കേട്ട് കേട്ട് മടുത്തു. ഞാനെന്താ തെമ്മാടിയെ പോക്കിനെ പറ്റാണോ? അതുകൊണ്ടല്ല സേതോട്ടാ. ദേവി, ഒരു പ്രൈമറി സ്കൂൾ കുട്ടിയല്ല ഞാൻ. നീ ഒരു ടീച്ചറെ പോലെ സംസാരിക്കാതെ എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്ക്. ഒരു വലിയ ചട്ടമ്പിയെ അടിച്ചു വീഴ്ത്തിയ അഹങ്കാരമല്ല എന്റെ മനസ്സിൽ. അതിനുള്ള ധീരത എനിക്കില്ല. സംഭവിച്ചുപോയി, അതിലുള്ള വേദനയുള്ളൂ. പിന്നെ കുറച്ച് ഭയവും. ഈ ജോസോ പരമേശ്വരനോ ശരിക്കൊന്ന് കൈവീശി അടിച്ചാൽ ഞാനില്ല. ഒരു ദിവസം അവര് വരും. വരുന്നത് എന്റെ ജീവന് വേണ്ടിയാ. സേതുട്ടൻ ഇനി ആ നശിച്ച നാട്ടിലേക്ക് പോകണ്ട. പോകാതിരുന്നിട്ട് കാര്യമില്ല. വിധി എന്താണെങ്കിലും നടക്കും. അതെവിടെയായാലും എവിടെയായാലും. ഇന്റർവ്യൂ കഴിഞ്ഞതിന്റെ സെലക്ഷൻ ലിസ്റ്റ് എന്നാ വരിക? ആർക്കറിയാം, 2-3 മാസം എടുക്കായിരിക്കും. അത് മാത്രമാണ് പ്രതീക്ഷ.